സോ ഗൈസ്, അപ്പം ഒരുപാട് പേര് കമന്റ് ബോക്സ് വഴി ചോദിച്ചൊരു കാര്യമാണ്, നമ്മളൊരു ബോട്ടിൽ ടെറേറിയം ചെയ്തായിരുന്നു. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ് എന്തായി, അത് നശിച്ചോന്നൊക്കെ. അപ്പം അത് നശിച്ചിട്ടില്ല, അത് ഹെൽത്തി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിന്റെ ഒരു അപ്ഡേറ്റ് ആണ് ഇടാൻ പോകുന്നത്. ഞാൻ ആദ്യം ഒരു ബോട്ടിൽ ടെറേറിയമാണ് ചെയ്തത്, അതായത് ഒരു ബിയർ ബോട്ടിനുള്ളിലായി നമ്മളൊരു ടെറേറിയം ചെയ്തായിരുന്നു. അപ്പം അത് ഇച്ചിരി വിഷമമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളിന്നൊരു ബൗൾ ടെറേറിയം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ടൈം വേണ്ട, വേഗം പോയി ബോട്ടിൽ ടെറേറിയം ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് തന്നെ ഡേറ്റ്, ഓക്കെ, ഇന്ന് മെയ് 27. നല്ല മഴയാണ് രാവിലെ. ഇതാണ് നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന ബോട്ടിൽ ടെറേറിയം. ഞാൻ അതിൻ്റെ ക്യാപ്പൊക്കെ ഒന്ന് ഊരിയിട്ടേക്കുവാണ്. ഹെൽത്തി ആയിട്ടിരിപ്പുണ്ട്, സൂപ്പറാണ്. പ്ലാന്റൊക്കെ വളർന്നു. ആദ്യം ഒരു പ്ലാന്റ് ഇട്ടായിരുന്നു, അത് ചീഞ്ഞു പോയി. ഇപ്പോൾ രണ്ടാമത്തെ പ്ലാന്റാണ്, വളരെ നന്നായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. പിന്നെ ഉള്ളിലൊക്കെ ദാ ഇതിൻ്റെ ആ ഒരു മോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ മോസൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ബോട്ടിൽ ടെറേറിയം അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. മോസൊക്കെ സൂപ്പറായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്കൊരു ബൗൾ ടെറേറിയം കൂടെ നമുക്കൊന്ന് ഉണ്ടാക്കാം കേട്ടോ. ഗൈസ്, നമുക്ക് ഒരു ബൗൾ ടെറേറിയം തെറ്റിപ്പോയി. അപ്പോൾ നമുക്കൊരു ബൗൾ ടെറേറിയം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് അതിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മോസ് കളക്ട് ചെയ്യണം. അതായത് ഈ മഴക്കാലത്തൊക്കെ പറ്റി വളരുന്നൊരു പായൽ കണ്ടിട്ടില്ലേ? ഇത് കണ്ട, ഇതുപോലത്തെ ഒരു പായൽ കണ്ട, അതിനാണ് നമ്മൾ മോസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പായൽ, ചകിരിച്ചോറ്, പിന്നെ എന്നാ വേണ്ടേ, ചകിരിച്ചോറ്, അപ്പോൾ ഒരു സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ അതെല്ലാം നമ്മൾ കളക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ ശേഖരിക്കണം, ഏതൊക്കെ രീതി അസംബ്ലി ചെയ്യണം എന്നാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഉറപ്പിക്കട്ടോ. അപ്പോൾ നമുക്ക് കളക്ട് ചെയ്യാൻ പോവാം. നമുക്ക് മോസ് കളക്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു വീടിൻ്റെ തന്നെ ഒരു വശമാണ്. ഓക്കെ, എന്താ ബെർത്തല്ലല്ലോ, നമ്മുടെ സൺഷെയ്ഡ്. അപ്പം സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യാം. ഞാനിങ്ങനെ പോണ് മോസ് കളക്ട് ചെയ്യുന്നതുകൊണ്ട് ആരും സൺഷെയ്ഡ് വഴി ഒന്ന് മോസ് കളക്ട് ചെയ്യണ്ട. ഓക്കെ, വെരി ഡേഞ്ചറസ്. അപ്പം മഴയുള്ള ടൈമിലാണ് നമുക്ക് മോസ് കളക്ട് ചെയ്യാൻ ഏറ്റവും നല്ലൊരു കാലാവസ്ഥ എന്ന് പറയുന്നത്. കാരണം കൂടുതലും മോസ് ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു ടൈമാണ്. കണ്ടോ, നീളത്തിലാണ് മോസ് കിടക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു കത്തി എടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ചെന്നിട്ട് ഇങ്ങനെ നമ്മളൊന്ന് ചുരണ്ടി എടുത്താൽ മതി. നമുക്ക് നല്ല പാവാട പോലെ മോസ് കിട്ടും. കാണിച്ചു തരാം. നമ്മളൊന്ന് എടുക്കുകയാണ്. കണ്ടോ, നമുക്ക് ഒരുപാട് മോസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓവറായിട്ടൊന്നും മോസ് വേണ്ട. ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള മോസ് കളക്ട് ചെയ്താൽ മതി. കുറച്ച് മോസ് അവിടെ ഇരിപ്പുണ്ട്, അതും കൂടെ ഒന്ന് കളക്ട് ചെയ്തേക്കാം, ഒഴിവാക്കണ്ടല്ലോ. ഓക്കെ, മോസ് ഇവിടെ ഉണ്ട്. ഇതുപോലത്തെ ഒരു ചണച്ചാക്കിൻ്റെ ഒരു പീസ് വേണം, ഒരു വല പോലെ പ്രവർത്തിക്കാനാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഈ കാണുന്നത്, നമുക്ക് കുറച്ച് വലിയ മെറ്റൽ പോലത്തെ കുഞ്ഞു കല്ലുകൾ വേണം, കുറച്ച് ചാണകം വേണം. ഇത് ചകിരിച്ചോറ് കേട്ടോ. അപ്പോൾ നമുക്ക് ചകിരിച്ചോറ് വേണം, ഒരല്പം മണ്ണ്. ഈ ചകിരിച്ചോറ് മണ്ണുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വീഡിയോയിൽ ഞാനിതെല്ലാം കറക്റ്റായിട്ട് അസംബിൾ ചെയ്യാൻ നേരത്ത് നമുക്ക് കാണാം. ഇതെങ്ങനെ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ നോക്കിയാൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം ടൈം വേഗം വേസ്റ്റ് ചെയ്യണ്ട, നമുക്ക് ബോട്ടിൽ ടെറേറിയം ഉണ്ടാക്കാം. ബൗൾ ടെറേറിയം ഉണ്ടാക്കാം. അപ്പോൾ നല്ലൊരു കാലാവസ്ഥ കിട്ടിയിട്ടുണ്ട്, നമുക്ക് വേഗം ഷൂട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ബൗൾ ടെറേറിയം ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ഇട്ടതാ ഇതുപോലത്തെ ഒരു അക്വേറിയം ബൗളാണ്. ഓക്കെ, ഇതിൽ മീനെ വളർത്താൻ പറ്റുന്നില്ല, മീനൊക്കെ ചത്തുക. അതുകൊണ്ട് ഇതൊരു ടെറേറിയം ആക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിതിൻ്റെ അടിയിൽ റിസർവോയർ ബെഡായിട്ട് നമുക്ക് കുറച്ച് കല്ലുകളിടാം. അതായത് എക്സസ് വരുന്ന വെള്ളം ഇതിൽ തന്നെ നിൽക്കണം. അപ്പോൾ അതിനാണ് കല്ലുകൾ ഇടുന്നത്. കല്ലുകളൊക്കെ ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് ഒരുപാട് കല്ലൊന്നും വേണ്ട, ഒരു 8-10 മെറ്റലിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന കൂട്ടം നാടൻ ചരലോ അങ്ങനെയൊക്കെ മതിയാവും. കാരണം ഈ വീഡിയോ ചിലപ്പോൾ ഈ ആഴ്ച തന്നെ അപ്ലോഡ് ചെയ്യില്ല. കാരണം നമ്മുടെ ഓഫ് റോഡ് താറിൻ്റെ വർക്ക് പെൻഡിങ് ആണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതെന്തായെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ. ഓക്കെ, അങ്ങനെതാ നമ്മുടെ റിസർവോയർ ബെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഇനി വെള്ളം ശേഖരിക്കുന്നത്. നമ്മളൊരു ഭൂമി തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്, മനസ്സിലായില്ലേ? ഉള്ളിൽ വലിയ വലിയ പാറ, അതിന് മുകളിൽ മണ്ണ്, അതിന് മുകളിൽ സസ്യങ്ങൾ, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മളിതിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ക്യാമറയിൽ വിസിബിൾ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അത് ഇതാണ്. ഇതിൽ ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്തേക്കാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒരല്പം മണ്ണും ചകിരിച്ചോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാതെ. ഇതെന്താണെന്നറിയോ? ഇതാണ് ചണച്ചാക്കിൻ്റെ കഷ്ണം.
ഈ ചണച്ചാക്കിന്റെ പീസ് നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. വേറൊന്നുമല്ല, ഒരു വല പോലെ, അതായത് ഈ മണ്ണും കല്ലും ഒന്നായി ഇരിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചരിച്ചോറ് മണ്ണ് ഇട്ടിട്ടുണ്ട്. ഇനി ടൈം എടുത്ത് നമുക്കിതൊന്ന് അലൈൻ ചെയ്തെടുക്കാം. ചാണകപ്പൊടി. ഓക്കെ, ഈ ചിരട്ടയിൽ ചാണകമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരല്പം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. കാരണം ഇതിനകത്തുള്ള പ്ലാന്റിന് വളരണമെങ്കിൽ എന്തായാലും അതിനൊരു വളം ആവശ്യമാണ്. ഒരല്പം ചാണകം മുകളിലെ ഒരു ലെയറായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. ഓവർ ചാണകം ആയാൽ വിഷയമാണേ. ഓക്കെ, അങ്ങനെ ചാണകപ്പൊടിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ചാണകത്തിന്റെ ആ ഒരു മിക്സ്ചറും മണ്ണിന്റെ മിക്സ്ചറും ചകിരിച്ചോറിന്റെ ഒക്കെ മിക്സ്ചറൊക്കെ ആയിട്ട് ഒരുമാതിരി ഒരു മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലിപ്പോൾ എന്തുണ്ട്? മണ്ണുണ്ട്, വളമുണ്ട്, പാറക്കെട്ടുകളുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ വേറൊന്നുമല്ല. കഴിഞ്ഞ വീഡിയോയിൽ അധികം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമോ. പിന്നെ കുറച്ച് ഒരു പ്രൈവറ്റ് ആയിട്ട് എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു. നമുക്ക് ഞാനൊരു കുന്നിൻ ചെരുവിൻ്റെ ഒരു മോഡലാക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ നിങ്ങൾക്ക് ആക്കാം. നിങ്ങൾക്ക് സ്റ്റെപ്പുകളൊക്കെ ആഡ് ചെയ്യാം. ഒരു മിനിയേച്ചർ അറ്റ്മോസ്ഫിയർ, ഒരു മിനിയേച്ചർ വേൾഡ് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു വെട്ടുകല്ലുണ്ട് കേട്ടോ നമ്മുടെ കൂടെ. ഈ ഒരു വെട്ടുകല്ല് നമുക്ക് ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എത്രത്തോളം ബലത്തിലിരിക്കുമെന്ന് അറിയത്തില്ല, കാരണം ഇനി ഇതിലാണ് പായൽ വളരുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം അല്പം കൂടുതലാണ്. ഞാനിത് പൊട്ടിച്ചിട്ട് ചെറിയൊരു പീസാക്കിയിട്ട് വരാം. അതെ, കല്ല് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കല്ലിലേക്ക് വെച്ച് കൊടുക്കാം. ആ കല്ലും കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഒരു സൈഡിലേക്ക് നമ്മളിങ്ങനെ ഞാൻ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ചെടി. ഓക്കെ, ഇത് ഭിത്തിയിലൊക്കെ പറ്റി വളരുന്ന ചെടിയാണ്. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം, നമ്മുടെ ബൗളിലേക്ക്. അങ്ങനെ നമ്മൾ ചെടി പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നട്ടു കൊടുക്കൽ ഇച്ചിരി പണിയാണ്. കാരണം നമുക്ക് ഒരു കൈ ഇട്ടിട്ട് പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ വാവട്ടം ഇത്രയേ ഉള്ളൂ, എൻ്റെ കൈ ഇത്രേ കയറത്തുള്ളൂ. അതുകൊണ്ടാണ്. നമുക്കിനി വെക്കേണ്ട വേറൊരു സാധനമാണ് ഡ്രിഫ്റ്റ് വുഡ്. സൈസ് ഒരല്പം കൂടുതലാണ്, ചെത്തി ചെറുതാക്കണം. അപ്പം ഞാൻ അതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കട്ടെ. അങ്ങനെ ഞാൻ ഡ്രിഫ്റ്റ് വുഡ് ചെത്തിതാ ഒരു കുഞ്ഞ് പീസാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഡ്രിഫ്റ്റ് വുഡ് ഇറക്കി വെച്ച് കൊടുക്കാം. വേറൊന്നുമല്ല, കാടൊക്കെ ആകുമ്പോൾ ഒരു ചെറിയ തടിക്കഷ്ണമൊക്കെ ഇരിക്കുന്ന ഒരു കണക്കിന് നല്ലതാണ്. അപ്പം എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ഐഡിയ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഐഡിയ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഫാൻറ്റസി വേൾഡ് അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഒരു അറ്റ്മോസ്ഫിയർ. അപ്പം ഞാൻ വല്ലാത്തൊരു വേൾഡൊക്കെയാണ് മനസ്സിൽ കണ്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ട പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണ്ട ചെടിയും കല്ലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മോസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. മോസ് നന്നായിട്ട് തന്നെ തറയിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു നനഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ എടുത്തതായതുകൊണ്ട് തന്നെ നമുക്കിത് നനയ്ക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊരു സീൽഡ് ടെറേറിയമാണ്. ഇതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു ജലാംശം ഇതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കും, പുറത്തേക്ക് പോവില്ല. നന്നായിട്ട് സീൽ ചെയ്താൽ മാത്രം മതിയാകും. നമ്മൾ ബോട്ടിൽ ടെറേറിയം ചെയ്തെടുത്തേക്കാണ്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഞാൻ അലൈൻ ചെയ്തേക്കുന്നതെന്ന്. എല്ലാ ഭാഗവും ഒന്നുപോലും ഇടാതെ ഞാൻ മോസ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ചില സ്ഥലത്ത് മാത്രം ഞാൻ വെട്ടുകല്ലിൻ്റെ ഒരു കഷ്ണം, പിന്നെ ഒരു ഡ്രിഫ്റ്റ് വുഡ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൂർത്ത സാധനമാണ് ഡ്രിഫ്റ്റ് വുഡ്. പിന്നെ ഭിത്തിയിൽ വളരുന്ന ഒരു സസ്യം, അത്രയേ ഞാൻ വെച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ബോട്ടിൽ ടെറേറിയത്തിൻ്റെ വർക്ക് 99% കംപ്ലീറ്റ് ആയി. ഇനി ഒരൊറ്റ പെർസെൻറ്റേജ് കൂടി ഉണ്ട്. അത് വേറൊന്നുമല്ല, നമുക്കിതിനൊരു അടപ്പുണ്ടാക്കിയെടുക്കണം. വേറൊന്നും വേണ്ടത്, നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്. ഓക്കെ, നമുക്ക് വേണ്ടത് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൻ്റെ പീസാണ്. അപ്പോൾ ഹോളൊന്നും ഇല്ലാത്തൊരു ഷീറ്റ് എടുക്കുക. പിന്നെ നമുക്കിതിനൊരു റബ്ബർ ബാൻഡ് വേണം. ഞാനിത് സൈക്കിൾ ട്യൂബാണ് എടുത്തേക്കുന്നത്. അതെടുത്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചെയ്യേണ്ടത് ഈ ഒരു പീസ് എടുത്തിട്ട് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. ഈ റബ്ബർ ബാൻഡ് നമ്മളിതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നു. ചുറ്റിലുള്ള എക്സസ് ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ വർക്ക് നോക്കാം.
എന്താ പറയുക, ബൗൾ ടെറേറിയം റെഡി ആയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തതിനേക്കാളും വളരെ നല്ലൊരു ടെറേറിയമാണ്. ഇപ്പോൾ ചോദിക്കും, നമ്മുടെ ഒരു സംശയം ഉണ്ടോ, നമ്മുടെ റിസർവർ വർക്കിംഗ് ആണോ? ഓക്കെ, അതുണ്ടോ, അടിയിൽ വെള്ളം കണ്ടോ? നമ്മുടെ റിസർവർ പ്രോപ്പർലി വർക്കിംഗ് ആണ്. ഹീറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് വെള്ളം ബാഷ്പമായിട്ട് ഇതിലേക്ക് പറ്റിപ്പിടിക്കും, തിരിച്ചിറങ്ങി വരും. കാരണം ഇതിൻ്റെ മുകൾ ഭാഗം പെർഫെക്റ്റ്ലി സീൽഡ് ആണ്. ഓക്കെ, സൈക്കിൾ ട്യൂബ് വെച്ച് ഞാനൊരു റബ്ബർ ബാൻഡ് ഉണ്ടാക്കി എടുത്തേക്കുവാണ്. നല്ല എയർ ടൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്കിത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലൊക്കെ ഇത് ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബൗൾ ടെററിയമാണ്. അപ്പം എന്താ പറയാനുള്ളത്, അപ്പോൾ വീട്ടിലെല്ലാവരും ചെയ്ത് നോക്കാതിരിക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നോക്കും. വീണ്ടും കാണാവുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.